ജാങ്കോയിൽ പ്രധാനപ്പെട്ടതായിട്ട് ക്രിയേറ്റ് ആവുന്ന കുറച്ച് ഫയൽസ്, ആ ഫയൽസിനെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഫയൽ സ്ട്രക്ചർ ക്രിയേറ്റഡ് ബൈ ജാങ്കോ ഫോർ അവർ പ്രോജക്ട്. നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടി ക്രിയേറ്റ് ആക്കുന്ന കുറച്ച് ഫയൽസുകളാണ്, ജാങ്കോയിൽ ക്രിയേറ്റ് ആവുന്ന കുറച്ച് ഫയൽസുകളാണ് ഈ ഫയൽ സ്ട്രക്ചറിനകത്ത് ഉള്ളത്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് manage.py എന്നുള്ള ഫയൽ ക്രിയേറ്റ് ആവും. അതെന്താന്ന് പറഞ്ഞാല് നമുക്ക് ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മളുടെ കമാൻഡ് പ്രോംപ്റ്റിലാണല്ലോ നമ്മൾ കമാൻഡുകളെല്ലാം ടൈപ്പ് ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ ചിലർ പറയും ഞങ്ങൾ പവർ ഷെല്ലിലാണ് ചെയ്യുന്നത്. ഓക്കെ, കമാൻഡ് പ്രോംപ്റ്റിന്റെ പോലെ തന്നെയുള്ള സംഗതിയാണ് പവർ ഷെൽ. അതിനുള്ളൊരു ഓൾട്ടർനേറ്റീവ് ആണ് ഈ പവർ ഷെൽ എന്നത്. ഇപ്പൊ ഈ പവർ ഷെൽ ആയാലും കമാൻഡ് പ്രോംപ്റ്റ് ആയാലും. ഇനി ലിനക്സിൽ പറയുന്ന വേറെ പേരാണ് ടെർമിനൽ. അതായാലും എന്ത് തന്നെ ആയാലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട്, അതിന്റെ കേർണലിലോട്ട് നേരിട്ട് കമാൻഡുകൾ സപ്ലൈ ചെയ്യുകയാണ് ഈ പറയുന്ന പരിപാടി. കമാൻഡ് പ്രോംപ്റ്റിലൂടെ കമാൻഡ് ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ടെർമിനലിൽ നിന്ന് കമാൻഡുകളൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ നേരിട്ട് കെർണലിലോട്ടാണ് ആ കമാൻഡുകൾ പോകുന്നത്. നേരിട്ട് കെർണലിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കമാൻഡുകളാണ് കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ DIR ഒക്കെ ടൈപ്പ് ചെയ്തു, ആ കമാൻഡാണ്, നേരെ കെർണലിലോട്ടാണ് പോണത്. ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം അവിടെ ഇല്ല വേറെ ഇന്റർപ്രറ്റ് ചെയ്യാനോ നോക്കാനോ ഒന്നും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ കേർണൽ അല്ലെങ്കിൽ പറയുന്ന ഈ കമാൻഡ് പ്രോംപ്റ്റിൽ സപ്ലൈ ചെയ്യുന്ന കമാൻഡ് ജാങ്കോ റിലേറ്റഡ് ആയിട്ടുള്ള കമാൻഡ്. അപ്പോ അത് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം. ആക്ച്വലി ഈ കമാൻഡ് പ്രോംപ്റ്റിന് നമ്മൾ ഈ കൊടുക്കുന്ന കമാൻഡ്, ജാങ്കോ റിലേറ്റ് ചെയ്യുന്ന കമാൻഡുകൾ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. പക്ഷെ നേരിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് മനസ്സിലാവില്ല. കിട്ടിയ കമാൻഡ് പ്രോംപ്റ്റിനെ കൊണ്ട് നമ്മുടെ ജാങ്കോ കമാൻഡുകളെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള മീഡിയേറ്റർ ആണ് ആര്? manage.py. കമാൻഡ് പ്രോംപ്റ്റിൽ എല്ലാം ചെയ്യാൻ സാധിക്കും, പക്ഷെ അതിന് പറയേണ്ടതായിട്ടുള്ള രീതിക്ക് പറഞ്ഞു കൊടുക്കണം, എന്നാലും അത് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അതിനാണ് manage.py എന്നൊക്കെ ഉള്ള പ്രോഗ്രാം, ഒരു മോഡ്യൂൾ നമുക്ക് ഉള്ളത്. അപ്പൊ നോക്കിയേ, it is a command line utility which allows us to interact with the project in various ways and also used to manage an application. It acts as a mediator for executing Django commands with command prompt or shell. ഇതാണ് ശരിക്കുള്ള അവസാനം പറഞ്ഞിട്ടാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുന്ന കാര്യം. നെക്സ്റ്റ് ഫയലാണ്, അതായത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റാർട്ട് പ്രോജക്റ്റ്. കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോൾഡറിനുള്ളിൽ ഇട്ട് തരുന്ന ഫയലുകളാണ് ഇതൊക്കെ. കേട്ടോ, നമുക്ക് കാണാം ഇതൊക്കെ ഉണ്ടായി വരുന്നതൊക്കെ കമാൻഡ് കൊടുത്തതിന് ശേഷം. രണ്ടാമത്തെ ഫയലാണ് init__init__.py എന്നുള്ള ഫയൽ. അതൊരു നമുക്കറിയാം, ഈ ഒരു ഫയൽ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താണ് മോഡ്യൂൾസ് ആൻഡ് പാക്കേജ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കോർ പൈത്തൺ പഠിച്ചപ്പോൾ. ഒരു ഫോൾഡർ ഉണ്ടെങ്കിൽ ആ ഫോൾഡറിൽ കുറച്ച് പൈത്തൺ ഫയലുകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പാക്കേജ് ആക്കി മാറ്റാനൊക്കെ നമുക്ക് ഈ ഒരു ഫയൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു ഫോൾഡർ ഉണ്ടാക്കുക, ആ ഫോൾഡറിൽ കുറച്ച് പൈത്തൺ ഫയലുകൾ ഇടാം, അതിനോടൊപ്പം __init__py എന്നുള്ളൊരു ഫയൽ വെറുതെ ക്രിയേറ്റ് ചെയ്തിടാം. അതിനകത്ത് കണ്ടന്റ് ഒന്നും വേണ്ട, empty ഫയലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൾഡർ മൊത്തം എന്താണ്? ഇപ്പൊ പാക്കേജ് ആണ്. മനസ്സിലായി? അതായത് ഒരു പൈത്തൺ ഫയലുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഫോൾഡറിനെ എനിക്ക് പാക്കേജ് ആക്കി മാറ്റണമെങ്കിൽ ഇങ്ങനെ ഒരു ഫയൽ, ഈ പേരിലൊരു ഫയൽ ഉണ്ടാക്കിയാൽ മതി. __init__py എന്നുള്ള ഫയൽ ഉണ്ടാക്കി അതിനകത്ത് ഇട്ടാൽ മതി, ആ ഫോൾഡർ ഇട്ടാൽ മതി, അത് പാക്കേജ് ആയിക്കോളും. പാക്കേജ് ആക്കി കഴിഞ്ഞാൽ കൂടെ എന്താണ്, നമുക്കതിനെ വേറൊരു ഇതിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാം, വേറൊരു ആപ്ലിക്കേഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഫ്രം ദാറ്റ് പാക്കേജ് നെയിം സ്പേസ് ഇമ്പോർട്ട് അതിലുള്ള ആ മോഡ്യൂൾ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി settings.py, ഇതിനകത്ത് കോൺഫിഗറേഷൻ ഫയലുകളെല്ലാം ജാങ്കോ നമ്മുടെ പ്രൊജക്റ്റുമായിട്ടുള്ള ബന്ധപ്പെടുന്ന കോൺഫിഗറേഷൻ ഫയലും എല്ലാം ഈ settings.py-ക്കകത്താണ്. ബേസിക്സ് വേണ്ട എല്ലാ ഫയലുകളും ഈ സെറ്റിങ്സിനകത്ത് കാണാൻ പറ്റും. ഈ സെറ്റിങ്സിനകത്താണ് നമ്മളുടെ ഡാറ്റാബേസ് എന്താണെന്നും ഡാറ്റാബേസ് എഞ്ചിൻ എന്താണെന്നും ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്യാനുള്ള കോഡ് എന്തൊക്കെയാണ്, കണക്ടിവിറ്റി കോഡുകൾ എന്തൊക്കെയാണ്, അതുപോലെ മിഡിൽ വെയർസ്, ആപ്പുകളൊക്കെ, പുതിയ ആപ്പുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പാക്കേജുകളൊക്കെ വരും. പാക്കേജുകളൊക്കെ നമുക്ക്
ഇൻസ്റ്റാൾ ചെയ്യാം, നമ്മുടെ പ്രൊജക്റ്റിന്റെ ഭാഗമാക്കി മാറ്റാം. ആ ഭാഗമാക്കി മാറ്റണത് ജാങ്കോ അറിയണമെങ്കിൽ ഈ സെറ്റിംഗ്സിനകത്ത് കൊടുക്കണം. ഈ സെറ്റിംഗ്സിനകത്ത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ ജാങ്കോ അറിയുള്ളൂ കേട്ടോ. അതാണ് ഈ settings.py കോൺഫിഗറേഷൻസ് ഫോർ അവർ ആപ്ലിക്കേഷൻ. ഇനി URLs.py URL റൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ URLs.py യൂസ് ചെയ്യുന്നത്. URL റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് URLs.py യൂസ് ചെയ്യുന്നത്. അതേ മാത്രം അറിഞ്ഞാൽ ജസ്റ്റ്. അപ്പൊ റൂട്ടിങ് എന്താണെന്നൊക്കെ നമുക്ക് ഇനി പറയും. WSGI.py ഇതാണ് ഇറ്റ് ഈസ് ആറ്റ് എൻഡ് പോയിന്റ് ബിറ്റ്വീൻ Django project ആൻഡ് ദ സെർവർ. വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആ വെബ് ആപ്ലിക്കേഷനിൽ നിന്ന് ജാങ്കോയിലോട്ട് വരണം. ജാങ്കോയുടെ ഫ്രണ്ടിലിരിക്കുന്ന വെബ് ആപ്ലിക്കേഷൻ ആണ്. ആ വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ് സെർവർ എന്ന് പറയാം, വെബ് സെർവർ ആണ്. ആ വെബ് സെർവറിൽ നിന്ന് ജാങ്കോയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് വെബ് സെർവർ ഗേറ്റ് വേ ഇന്റർഫേസ്. ഗേറ്റ് വേ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അത് തമ്മിലുള്ള സെർവറും വെബ് സെർവറും ജാങ്കോയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ വരുന്ന ഒരു ചെറിയൊരു മോഡ്യൂളാണ് ഈ വെബ് സെർവർ ഗേറ്റ് വേ ഇന്റർഫേസ്.